ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. മാർക്കറ്റിനെ 6 ടൈപ്പായിട്ട് സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്നൊന്നുകൂടെ നോക്കാം. ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ഡീമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ, ലോയാലിറ്റി സ്റ്റാറ്റസ് ആൻഡ് ബയർ റെഡിനെസ് സ്റ്റേജ്. ഇങ്ങനെ 6ആയിട്ടായിരുന്നു നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Benefits of market segmentation. Okay, first one, it facilitates the right choice of target market. ടാർഗറ്റ് മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു ഹോൾ മാർക്കറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആ മാർക്കറ്റിലെ ചില കസ്റ്റമേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യുമല്ലോ, ആ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിന് കറക്റ്റ് ഒരു ഹോൾ മാർക്കറ്റ് എടുത്താൽ അവിടുത്തെ ആ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ടാർഗറ്റ് ഏതാണോ അതിനെ കണ്ടുപിടിക്കാൻ ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ എഫക്റ്റ് ഇഫ് ടാപ്പിംഗ് ഓഫ് ചൂസൺ മാർക്കറ്റ് സെഗ്മെൻറ്റ്. അതായത് നമ്മൾ കറക്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടാപ്പിങ്ങിന് ഇത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ടാപ്പിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ യൂസ്, അതിനെ എങ്ങനെ നമ്മൾ മുതലെടുക്കുന്നോ അതിന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. തേർഡ് വൺ, ഇറ്റ് ഇംപ്രൂവ്സ് ദ ഫോക്കസ് ഓഫ് ദ കമ്പനി. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഇറ്റ് ക്യാൻ ഹെൽപ്പ് ടു റിറ്റെയിൻ ദ കസ്റ്റമർ റിട്ടൻഷൻ എന്ന് വെച്ചാൽ പിന്നെ കസ്റ്റമറിനെ കൂടെ നിർത്താൻ കഴിയുമെന്ന് പറയത്തില്ലേ, കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ദെൻ മാർക്കറ്റ് എക്സ്പാൻഷൻ, പ്രൊഡക്റ്റ് കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റും, ഒരു കൂടുതൽ സെഗ്മെൻറ്റ്സിനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി, ലാഭം കൂട്ടാം. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ കസ്റ്റമർ, ദ കോമ്പറ്റീറ്റർ, പിന്നെ സപ്ലയർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരുമായിട്ട് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷനും ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷന് ഹെൽപ്പ് ചെയ്യും. ഇത്രയാണുള്ളത്. ഫസ്റ്റ് വൺ, ഫെസിലിറ്റേറ്റ്സ് ദ റൈറ്റ് ചോയ്സ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ എഫക്റ്റീവ് ടാപ്പിംഗ് ഓഫ് ചൂസൺ മാർക്കറ്റ് സെഗ്മെൻറ്റ്. തേർഡ് വൺ, ഇറ്റ് ഇംപ്രൂവ്സ് ദ ഫോക്കസ് ഓഫ് ദ കമ്പനി. ഫോർത്ത് വൺ, ഇറ്റ് ക്യാൻ മെയിൻറ്റെയിൻ ദ കസ്റ്റമർ റിട്ടൻഷൻ. It can help in expansion of the market, it can increase the profitability, and last one, it can maintain a better communication between the customer and the company. Okay, ഇത്രയാണ് ബെനിഫിറ്റ്സ് ഉള്ളത്. ഇനി അടുത്തത് മാർക്കറ്റ് ടാർഗറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ ടാർഗറ്റ് മാർക്കറ്റ് ആണ്. എന്താണ് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് നോക്കിയേ? ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ബയേഴ്സ് ഷെയറിങ് കോമൺ നീഡ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ദ കമ്പനി ഡിസൈഡ്സ് ടു സെർവ്. അതായത് ഒരു മാർക്കറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോൾ മാർക്കറ്റ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ഒരു സെറ്റ് ഓഫ് ബയേഴ്സാണ്, അതായത് കോമൺ വാണ്ട്സും നീഡ്സുമുള്ള കുറേ സെറ്റ് ഓഫ് ബയേഴ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടാർഗറ്റ് മാർക്കറ്റുള്ളത് അല്ലെങ്കിൽ ഈ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഉള്ള ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണല്ലോ ഈ ഹോൾ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിനെയാണ്, ആ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇവാലുവേഷൻ of various segments identified during market segmentation and deciding how many and which one to serve. ഓക്കെ, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഇവർ ചൂസ് ചെയ്യുന്നത് ഏതാണ് നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന്. ആ ചൂസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയൊക്കെ ആ ടാർഗറ്റ് മാർക്കറ്റിലേക്ക് കമ്പനിക്ക് സെർവ് ചെയ്യാൻ പറ്റും അതാണ് അവർ അതിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, ഇനിയും ഈ ടാർഗറ്റ് മാർക്കറ്റിന് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്, അത് നോക്കാം. അതാണ് ടാർഗറ്റ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ സെഗ്മെൻറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നു. സിംഗിൾ സെഗ്മെൻറ്റ് സ്ട്രാറ്റജി. ഓക്കെ, ഈ സിംഗിൾ സെഗ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിനെ മാത്രം ചൂസ് ചെയ്തിട്ട് ആ ചൂസ് ചെയ്ത സെഗ്മെൻറ്റിലേക്ക് മാത്രം അവരുടെ സർവീസും പ്രൊഡക്റ്റും കൊടുക്കുന്നതിനാണ് ഈ സിംഗിൾ സെഗ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ മാത്രമേ അവരുടെ പ്രൊഡക്റ്റ് ഇറങ്ങത്തുള്ളൂ, അവിടെ നിന്നുള്ള പ്രോഫിറ്റ് അവർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും സ്മോൾ കമ്പനീസും കുറച്ച് ചെറിയ ലിമിറ്റഡ് റിസോഴ്സസുകളുള്ള അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രൊഡക്ട്സ് ഉള്ള സ്മോൾ കമ്പനീസ് ആയിരിക്കും ഈ സിംഗിൾ സെഗ്മെൻറ്റ് സ്ട്രാറ്റജി ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. ഈ പേര് പോലെ തന്നെ അൺഡിഫറൻഷിയേറ്റഡ് ആണ്, അതായത് മാർക്കറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാറില്ല. ഈ മാർക്കറ്റ് ആസ് എ ഹോളായിട്ട് എടുത്തിട്ടാണ് അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്.
The firm may ignore market segment differences and target the whole market with one offer. അതായത് ഫുൾ മാർക്കറ്റിനും ഒരേ ഓഫറും ഒരേ പ്രൊഡക്റ്റും ആയിരിക്കും കൊടുക്കുന്നത്. അവിടെ സെഗ്മെൻറ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ഒന്നും സെഗ്മെൻറ്റ് ചെയ്തല്ല അവർ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. ദ കമ്പനി ഡിസൈൻസ് എ പ്രൊഡക്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോഗ്രാം ദാറ്റ് വിൽ അപ്പീൽ ടു ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ബയേഴ്സ്. ഓക്കെ, അടുത്താണ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്. അതെന്ന് പറഞ്ഞാൽ ഈ വലിയ മാർക്കറ്റിൽ തന്നെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഇവർ ചെയ്യുന്നത് ഫുൾ മാർക്കറ്റിനെ തന്നെ എടുത്തിട്ട് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആ കമ്പനി തന്നെ ഉണ്ടാക്കും. എക്സാമ്പിൾ, നമ്മൾ ഓട്ടോമൊബൈൽ സെക്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി എടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്രോൾ കാർസ് കാണും, ഡീസൽ കാർസും കാണും, ഇലക്ട്രിക് കാർസും കാണും. അപ്പോൾ അവർ ഒരു വലിയ മാർക്കറ്റിലെ എല്ലാ സെഗ്മെൻറ്റിൻ്റെ ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് അവർ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. ഇപ്പോൾ പെട്രോൾ കാർ വേണ്ടവർക്ക് പെട്രോൾ കാർ ഇറക്കും, ഡീസൽ വേണ്ടവർക്ക് പിന്നെ ഇലക്ട്രിക്. അപ്പോൾ അവർ എല്ലാ സെഗ്മെൻറ്റിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതാണ് ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്. ഇതെന്ന് പറഞ്ഞാൽ ഏതൊരു പർട്ടിക്കുലർ മാർക്കറ്റിനെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് നിഷേ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിഷേ എന്ന് പറഞ്ഞാൽ ദ സബ്ജക്റ്റ് ഓഫ് ദ മാർക്കറ്റ് ഓൺ വിച്ച് എ സ്പെസിഫിക് പ്രൊഡക്റ്റ് ഈസ് ഫോക്കസ്ഡ്. ഇതിലൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഡെവലപ്മെൻറ്റ് മുഴുവനും. ഓക്കെ, ഇതിപ്പോൾ ഒരു സെഗ്മെൻറ്റ് എടുത്തിട്ട് അവിടുത്തെ ലാർജ് ഷെയർ ആ കമ്പനി തന്നെ വാങ്ങിക്കും. ഇപ്പം ഇപ്പോൾ ആപ്പിളൊക്കെ ഐഫോൺ എന്ന് പറയുന്നത് ആ മൊബൈൽ സെക്ടറിൻ്റെ ഒരു ലാർജ് ഷെയർ തന്നെ അവരാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിലാണ് ഇത് കുറവുള്ളത്, ബാക്കി ഫോറിൻ കൺട്രീസിലൊക്കെ ആപ്പിൾ ഫോൺസാണ് 90% ആൾക്കാരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ആ സെഗ്മെൻറ്റിനെ, മാർക്കറ്റിലെ ആ ഒരു സെഗ്മെൻറ്റിനെ ഹോളായിട്ട് അല്ലെങ്കിൽ ലാർജ് ഷെയർ അവർ തന്നെയാണ് അടക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഈ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് മൈക്രോ മാർക്കറ്റിംഗ്. മൈക്രോ എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ, അതായത് ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റിലെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ, ലോക്കൽ പീപ്പിളിനെ മാത്രം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഇറക്കുന്നതിനാണ് ഈ മൈക്രോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം ഏതൊക്കെയാണ്. സിംഗിൾ സെഗ്മെൻറ്റ് സ്ട്രാറ്റജി, അൺഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്, കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നിഷേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് മൈക്രോ മാർക്കറ്റിംഗ്. ഇത്രയാണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ ഈ മൊഡ്യൂളിലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ്. പ്രൊഡക്റ്റ് പൊസിഷനിങ്, അതായത് പ്രൊഡക്റ്റിനെ പൊസിഷൻ ചെയ്യുക തന്നെയാണ്. ഒരു മാർക്കറ്റിലെ പർട്ടിക്കുലർ ഗ്രൂപ്പ് എടുത്തിട്ട് അവിടേക്ക് നമ്മൾ പ്രൊഡക്റ്റിനെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ട് ഓഫ് ഡിസൈനിങ് എ കമ്പനീസ് ഓഫറിങ് ആൻഡ് ഇമേജ് ടു ഓക്കുപ്പൈ എ ഡിസ്റ്റിങ്റ്റീവ് പ്ലേസ് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്സ് മൈൻഡ്. ഓക്കെ, അതായത് നമ്മളുടെ മുന്നിൽ അത് പൊസിഷൻ ചെയ്യുക, നമ്മളുടെ മൈൻഡിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് പ്രൊഡക്റ്റിനെ. അതിനാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ ഡിസ്റ്റിങ്റ്റീവ് പ്ലേസ് ഇൻ ദ മാർക്കറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻസ് പ്രൊഡക്റ്റ്. ഇത് ഒരു 7 ക്രൈറ്റീരിയ ഈ പ്രൊഡക്റ്റ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്, ഡിസ്റ്റിങ്റ്റീവ്, സുപ്പീരിയർ, പ്രീഎംപ്റ്റീവ്, അഫോർഡബിൾ ആൻഡ് പ്രോഫിറ്റബിൾ. പിന്നെ 6 ആണല്ലോ, 7 അല്ല, 6 ക്രൈറ്റീരിയ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റ്, ഒരു കമ്പനി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കസ്റ്റമറിനെ തോന്നിപ്പിക്കണം. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. സെക്കൻഡ് ക്രൈറ്റീരിയ ഡിസ്റ്റിങ്റ്റീവ് ആയിരിക്കണം. ഇപ്പോൾ ഈ കോമ്പറ്റീറ്റേഴ്സ് ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അവരുടെ പ്രൊഡക്റ്റിൽ നിന്നും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഈ കമ്പനി ഇറക്കുന്ന പ്രൊഡക്റ്റിനുണ്ടായിരിക്കണം. എങ്കിലേ അത് നമ്മളെ മനസ്സിലേക്ക് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യത്തുള്ളൂ. സുപ്പീരിയർ ആയിരിക്കണം. അതായത് അവർ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന പ്രൊഡക്റ്റിനെക്കാട്ടിലെല്ലാം സുപ്പീരിയർ ക്വാളിറ്റിയിലായിരിക്കണം അവരുണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൺ പ്രീ എംപ്റ്റീവ്, അതായത് കോമ്പറ്റീറ്റേഴ്സ് ഇത് കണ്ട് ഈസിലി കോപ്പി ചെയ്ത് ഇറക്കാൻ പറ്റരുത്. അതായത് സീക്രട്ട് ആയിരിക്കണം ഇവരുടെ ട്രേഡ് മാർക്കുകളെല്ലാം. ആൻഡ് ഈസ് നെക്സ്റ്റ് വൺ ഈസ് അഫോർഡബിൾ, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന്, നമ്മളാണ് ഇപ്പോൾ കസ്റ്റമറിനെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്കത് പേ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം അതിൻ്റെ പ്രൈസ്. ലാസ്റ്റ് വൺ ഈസ് പ്രോഫിറ്റബിൾ, അതായത് കമ്പനിക്ക് ആവശ്യമായ പ്രോഫിറ്റ് ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുകയും വേണം. ഇത്രയാണ് 6 criteria. First one, product should be important, it should be distinctive, it should be superior, it should be preemptive, affordable, and last is profitable. Okay, clear ആയല്ലോ?
ഈ പ്രൊഡക്റ്റിന് ഈ മൊഡ്യൂളിലെ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് ഇനി കിടക്കുന്നത്. ഇതാണ് മാർക്കറ്റിംഗ് റിസർച്ച്. ഇതും ഒരു എസ്എ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ മൊഡ്യൂളിലെ തേർഡ് മൊഡ്യൂളാണ് ഇച്ചിരി വലിയ ടോപ്പിക്ക്. കുറേ എസ്എ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിന് ഈ മൊഡ്യൂളിലെ അടുത്ത എസ്എ ക്വസ്റ്റ്യനാണ് മാർക്കറ്റിംഗ് റിസർച്ച്. റിസർച്ച് എന്താണ്? റിസർച്ച് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. മാർക്കറ്റിനെ കൂടുതലായിട്ട് സ്റ്റഡി ചെയ്ത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് റിസർച്ച് ചെയ്യുന്നതിനാണ് ഈ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഒരു കമ്പനി ഏതൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പും അവർ ഈ മാർക്കറ്റിനെ തറോ ആയിട്ട് സ്റ്റഡി ചെയ്യും, റിസർച്ച് ചെയ്യും. അവിടെ ഉള്ളാവുന്ന പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെ ലോസുകൾ സംഭവിക്കാം, അവിടുത്തെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ത്രെറ്റ് എന്താണ്, ഇതെല്ലാം അവർ അനാലിസ് ചെയ്തിട്ടാണ് ഈ മാർക്കറ്റിംഗ് റിസർച്ച് നടത്തുന്നത്. എന്നിട്ടേ അവർ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കത്തുള്ളൂ. ഇതാണ് മാർക്കറ്റിംഗ് റിസർച്ച്. ഇറ്റ് ഈസ് എ ഫങ്ഷൻ ലിങ്കിങ് ദ കസ്റ്റമർ ആൻഡ് ദ പബ്ലിക് ടു ദ മാർക്കറ്റർ ത്രൂ ഇൻഫർമേഷൻ to identify and define marketing opportunities and problems, to generate, refine and evaluate marketing actions, to monitor marketing performance and to improve understanding of marketing processes. Then in definition annuda nokka, it is a function linking the customer and the public to the marketer through information to identify and define marketing opportunities and problems, to generate, refine and evaluate marketing actions, to monitor marketing performance and to improve understanding of marketing process. Okay, ഇനി മാർക്കറ്റിംഗ് റിസർച്ച് പ്രോസസ്സ് എന്തൊക്കെ നോക്കാം. ഈ 7 മാർക്കറ്റിംഗ് റിസർച്ച് പ്രോസസ്സാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിഫൈനിങ് ദ പ്രോബ്ലം. Second one is statement of research objectives. Third, planning the research design or designing the research study. Fourth one is planning the sample. Fifth is data collection. Sixth is data processing and analysis. Seventh, formulating conclusion, preparing and presenting the report. ഇത്രയാണുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിഫൈനിങ് ദ പ്രോബ്ലം. മാർക്കറ്റിംഗ് റിസർച്ച് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ മാർക്കറ്റിലുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് അതിനെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ സം എക്സ്പ്ലനേറ്ററി റിസർച്ച് ക്ലിയർ ഡെഫിനിഷൻ ഓഫ് ദ പ്രോബ്ലം ഈസ് മെയ്ഡ്, വിച്ച് ഈസ് എ കോസ്റ്റ്ലി പ്രോസസ് ഇൻവോൾവിങ് ടൈം, എനർജി ആൻഡ് മണി. ഈ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിഫൈനിങ് ദ പ്രോബ്ലമാണ് ഈ മാർക്കറ്റിംഗ് സ്റ്റഡിയിൽ അല്ലെങ്കിൽ റിസർച്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും സമയമെടുക്കുന്നതും ഏറ്റവും പണച്ചെലവുമുള്ള പ്രോസസ്സ്. കാരണം ഈ എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ അതിൻ്റെ സൊല്യൂഷനൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പ്രോബ്ലം കണ്ടുപിടിക്കാനാണ് ഏറ്റവും കൂടുതൽ പാടുള്ളത്. ദ ക്ലിയർ ഡെഫിനിഷൻ ഓഫ് ദ പ്രോബ്ലം ഹെൽപ്സ് ദ റിസർച്ചർ ഇൻ ഓൾ സബ്സിക്വൻറ്റ് റിസർച്ച് എഫേർട്സ് ഇൻക്ലൂഡിംഗ് സെറ്റിംഗ് എ പ്രോപ്പർ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്, the determination of the techniques to be used and the extent of information to be collected. സിമ്പിളാണ്, എത്തച്ചൊന്നുമില്ല. പിന്നെ സർവേ ഓഫ് സെക്കൻഡറി ഡേറ്റയുണ്ട്, എക്സ്പീരിയൻസ് സർവേ, പൈലറ്റ് സ്റ്റഡീസ്, റിസർച്ച് മെത്തേഡ്സ്. ഇതിനെല്ലാം പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നു. ഇതെല്ലാം എന്താണ്, നമ്മുടെ ഡേറ്റ കളക്ഷനാണ്, മാർക്കറ്റിലുള്ള ഡേറ്റ കളക്ഷനെയാണ് ഇതെല്ലാം പറയുന്നത്. സർവേ നടത്തണം, അവിടെയുള്ള കസ്റ്റമേഴ്സും സെല്ലേഴ്സുമായിട്ടൊക്കെ സർവേ നടത്തിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് പ്രോബ്ലം, ആ ഒരു സെഗ്മെൻറ്റിലുള്ള പ്രോബ്ലം എന്താണ്, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വേണ്ടതെന്നൊക്കെ നമുക്ക് റിസർച്ച് നടത്തുമ്പം അല്ലെങ്കിൽ ഈ പ്രോബ്ലം കണ്ടുപിടിച്ചാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. അതായത് ഈ റിസർച്ച് ഒബ്ജക്റ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ് ഈ റിസർച്ച് ഒബ്ജക്റ്റീവും. ഇത് റിസർച്ചർ എന്ന് പറയുന്നതാണ് ഈ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ് റിസർച്ചർ. Okay, so the researcher must make a formal statement of research objectives in qualitative or quantitative terms, and it should be expressed as research questions, statement or hypothesis. അവർ എന്താണ് ഒബ്ജക്റ്റീവ്സിന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇറക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, തേർഡ് വൺ ഈസ് പ്ലാനിങ് ദ റിസർച്ച് ഡിസൈൻ ഓർ ഡിസൈനിങ് ദ റിസർച്ച് സ്റ്റഡി. എന്ന് പറഞ്ഞാൽ ഈ എങ്ങനെയാണോ ഈ റിസർച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം. നമ്മൾ R&D ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്. അതുപോലെ ഈ മാർക്കറ്റ് റിസർച്ച് ചെയ്യാനും
ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. എ റിസർച്ച് ഡിസൈൻ ഈസ് ദ മാസ്റ്റർ പ്ലാൻ specifying the procedure for collecting and analyzing the needed information. The researcher should also determine the type of sources of information needed, the data collection method, the sampling methodology and timing and possible cost of research. മാർക്കറ്റിംഗ് റിസർച്ചിന് എത്രത്തോളം സമയം എടുക്കുമെന്നും എന്തൊക്കെ ടെക്നിക്സ് വേണം, എന്തൊക്കെ ഇൻ്റർവ്യൂസ് നടത്തണം, ഇതെല്ലാം ഈ ഡിസൈനിങ് ടീമാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്. അതനുസരിച്ചാണ് മാർക്കറ്റ് റിസർച്ച് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ പ്ലാനിങ് ദ സാമ്പിൾ. ഇതെന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് എടുത്താൽ, ഒരു സെഗ്മെൻ്റ് എടുത്താൽ അതിലെ കുറച്ച് സ്മോൾ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ പാർട്സിനെ സാമ്പിൾ ചെയ്തെടുത്തിട്ട് ടോട്ടൽ പോപ്പുലേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യും. ഇപ്പം കുറേ ആൾക്കാരെ സർവേ നടത്താൻ വേണ്ടി എന്താണ് എടുക്കുന്നത്, അതിൽ പർട്ടിക്കുലർ കുറച്ച് ഗ്രൂപ്പിനെ മാത്രം നമ്മൾ എടുത്തിട്ട് അവരോട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് സർവേ നടത്തിയല്ലേ ഹോൾ ഗ്രൂപ്പിൻ്റെ അവരുടെ അഭിപ്രായം നമ്മൾ എടുക്കുന്നത്. ഇപ്പം എലക്ഷൻ്റെ സമയത്തൊക്കെ സർവേ നടത്തിയില്ലേ, അപ്പം ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ അവരിങ്ങനെ ഡിസൈഡ് ചെയ്യും. ഇപ്പം സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ്, എംപ്ലോയീസിൻ്റെ ഒരു ഗ്രൂപ്പ്, എംപ്ലോയീസിൻ്റെ ഗ്രൂപ്പ്, അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് പേരെ മാത്രം സാമ്പിൾ ചെയ്തിട്ടാണ് അവർ സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡേറ്റ കളക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ദ കളക്ഷൻ ഓഫ് ഡേറ്റ ഇസ് എ ഗ്യാതറിങ് ഓഫ് ഫാക്ട്സ് ഫോർ സോൾവിങ് ദ പ്രോബ്ലം. പിന്നെ ഡേറ്റ ക്യാൻ ബി പ്രൈമറി ആവാം, സെക്കൻഡറി ആവാം. പ്രൈമറി എന്ന് പറഞ്ഞാൽ കളക്റ്റഡ് ഫ്രം ദ ഒറിജിനൽ ബേസ് ത്രൂ എംപിരിക്കൽ റിസർച്ച്. ഒറിജിനൽ ബേസിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡേറ്റ. സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ പല റിപ്പോർട്ടേഴ്സിൽ നിന്നും മാഗസീൻസിൽ നിന്നും ഒക്കെ എടുക്കുന്നതാണ് സെക്കൻഡറി ഡേറ്റ. അതായത് ഡയറക്റ്റ് കസ്റ്റമറുമായിട്ട് ലിങ്ക് ചെയ്യാതെ ഈ പ്രിൻ്റഡ് ഡോക്യുമെൻറ്റ്സിൽ നിന്ന് എടുക്കുന്നതാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡേറ്റ കിട്ടാൻ വേണ്ടി ജനറലി 2 ടൈപ്സ് ഓഫ് സോഴ്സസ് ആണ് ഒരു കമ്പനിക്കുള്ളത്. ഓക്കെ, അതായത് ഇൻറ്റേർണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. ഇൻറ്റേർണൽ സോഴ്സ് കമ്പനിക്കകത്തുള്ള ആൾക്കാർ തന്നെ, എക്സ്റ്റേണൽ സോഴ്സ് കമ്പനിക്ക് വെളിയിലുള്ളത്. നമ്മൾ എൻവയോൺമെൻറ്റ് പഠിച്ചപ്പോൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും പഠിച്ചല്ലേ, അതുപോലെ തന്നെയാണ്. 6th വൺ ഈസ് ഡേറ്റ പ്രോസസ്സിങ് ആൻഡ് അനാലിസിസ്. ഈ കളക്ട് ചെയ്ത ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുകയും അനാലിസിസ് ചെയ്യുകയുമാണ് ഡേറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. Data had to be converted into a format that will suggest answers to the initially identified and defined problem. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിനും ഒരു പർട്ടിക്കുലർ വിങ് ഓഫ് പീപ്പിൾസ് ആണ് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ, അവർ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലേക്ക് ഈ ഡേറ്റ മാറ്റും. ഓക്കെ, ഈ ഗ്രാഫ്, പൈ ചാർട്ട് എന്നിവയിലൊക്കെ ഈ ഡേറ്റ മാറ്റിയിട്ട് ആ ചാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് കോഡിങ്ങും എൻകോഡിങ്ങും കേട്ടിട്ടുണ്ടല്ലോ, ആദ്യം ഈ ഡേറ്റ എല്ലാം കോഡ് ചെയ്യും, എന്നിട്ട് അവസാനം ഈ കോഡ്സിനെ എല്ലാം ഒരു ഡേറ്റ സ്റ്റോറേജ് മീഡിയയിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അവസാനം അതിനെ എൻകോഡ് അല്ലെങ്കിൽ ഡീകോഡ് ചെയ്തിട്ടാണ് അത് എന്താണ് സംഭവം എന്ന് കണ്ടുപിടിക്കുന്നത്, അനാലിസിസ് ചെയ്യുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് ഫോർമുലേറ്റിംഗ് കൺക്ലൂഷൻ, പ്രിപ്പയറിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് ദ റിപ്പോർട്ട്. നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അവസാനം എന്ത് ചെയ്യും, കൺക്ലൂഷൻ ഉണ്ടാക്കണം, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് അത് നമ്മുടെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിന് മുമ്പായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യണം ആ മാർക്കറ്റിനെ കുറിച്ച്. അതാണ് ലാസ്റ്റ് വൺ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ നോക്കാം 7 ഏതൊക്കെയായിരുന്നു എന്ന്. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിഫൈനിങ് ദ പ്രോബ്ലം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിസർച്ച് ഒബ്ജക്റ്റീവ്സ്, പ്ലാനിങ് ദ റിസർച്ച് ഡിസൈൻ ഓർ ഡിസൈനിങ് ദ റിസർച്ച് സ്റ്റഡി, പ്ലാനിങ് ദ സാമ്പിൾ, ഡേറ്റ കളക്ഷൻ, data processing and analysis, formulating conclusion, preparing and presenting the report. അപ്പോൾ ഇത്രയേ ഉള്ളൂ 3rd മൊഡ്യൂള്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 4th മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.